ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കോളിഫ്ലവർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി. അപ്പോൾ ഈ കോളിഫ്ലവർ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ ഉപ്പും ചേർത്ത് മിനിറ്റൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവോളയാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 2 സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം, അതുപോലെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളി വേണം. പിന്നെ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോൾ തക്കാളി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു പാൻ വെച്ച് കൊടുത്തു. പാൻ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തു. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു ഏലയ്ക്ക, ഒരു ഗ്രാമ്പു, പിന്നെ കുറച്ച് പെരുംജീരകം, അത്രയും നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് സവോളയും കൂടി ഒന്ന് ചേർത്ത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവോളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവോളയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ സവോളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു 1-2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റൊക്കെ മതിയാവും. തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ തവി കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും, പിന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എരിവ് കുറവായിരിക്കും. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ മതിയാവും. നമ്മൾ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാൻ. ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഈ കോളിഫ്ലവർ ഒന്നും നന്നായിട്ട് വെന്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കോളിഫ്ലവർ വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പിനടുത്ത് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ കോളിഫ്ലവറൊക്കെ നന്നായിട്ടൊന്ന് വേവുന്നത് വരെ നമുക്ക് ഇനി വീണ്ടും ഇതൊന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വെന്തും കിട്ടണം, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വെള്ളവും വറ്റിക്കിട്ടണം. അതുവരെ നമ്മൾ മൂടി വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതാ കോളിഫ്ലവറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോളിഫ്ലവർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക്